ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോ മുളയരി പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ളതാണ്. വയനാട് യാത്രയ്ക്കിടയിലാണ് ആദ്യമായിട്ട് ഈ പായസം എനിക്ക് കുടിക്കാൻ സാധിച്ചത്. വളരെയധികം പോഷക സമ്പുഷ്ടമായ ഒരു ധാന്യമാണ് മുളയരി. അല്പം എക്സ്പെൻസീവാണ്. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തലേന്ന് കുതിർത്ത് വെച്ച മുളയരി നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനു വേണ്ടി നമുക്ക് പ്രഷർ കുക്കർ യൂസ് ചെയ്യാം. മിനിമം ഒരു 10 വിസിലെങ്കിലും കിട്ടേണ്ടതുണ്ട്. നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പുവരുത്തുക. ശേഷം പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ മുളയരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനോട് കൂടെ ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ശർക്കരപ്പാനി, തേങ്ങയുടെ 1-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ, തേങ്ങാക്കൊത്ത്, കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ് അഥവാ ഉണക്കമുന്തിരി, ഏലക്കായ പൊടിച്ചത്, ലഭ്യമെങ്കിൽ ശുദ്ധമായ നെയ്യ്, മിൽക്ക് മെയ്ഡ്, കൂടാതെ ആവശ്യമെങ്കിൽ ഒരു നുള്ളു ഉപ്പ്. ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കൽ ആരംഭിക്കാം. അതിനായി നമ്മൾ മുളയരി എടുത്തു വെച്ച പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കി വെച്ച് ശർക്കരപ്പാനി വെച്ച് കൊടുക്കുക. ഇനി വേവിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിൽ പവർ ഓണാക്കി കൊടുക്കുക, അല്ലെങ്കിൽ തീ കത്തിക്കുക. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒന്ന് ചൂടായതിന് ശേഷം മുളയരി അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഫ്ലെയിം ഒന്ന് അല്പം കുറയ്ക്കുക. നമ്മുടെ മുളയരി ശർക്കരപ്പാനി മിശ്രിതം നന്നായി ചൂടായതിന് ശേഷം തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. വീഡിയോ ഞാൻ മാക്സിമം സ്പീഡപ്പ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായി തിളച്ചതിന് ശേഷം ആവശ്യാനുസരണം മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മധുരം അതിനനുസരിച്ച് മാറ്റം വരും. ഇത്രയും സാധനങ്ങൾ ചേർത്ത് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് പതിയെ കുറച്ച് കൊടുക്കുക. പിന്നീട് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് അധികം ചൂടാക്കേണ്ടതില്ല. നമ്മുടെ ഈ പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ശരിക്ക് ഇളക്കി വെച്ചതിന് ശേഷം ഈ മിശ്രിതം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 3-4 സ്പൂൺ നെയ്യെടുത്തിട്ട് ബാക്കിയുള്ള കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്ത് ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യമായി നമുക്ക് കശുവണ്ടിപ്പരിപ്പ് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ശരിക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കശുവണ്ടി എടുത്ത് മാറ്റുക. അടുത്തായി പാനിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ശ്രദ്ധയോടുകൂടി ഇളക്കി കൊടുക്കണം. അതൊന്ന് ചേർത്ത് വന്നതിന് ശേഷം അതും നമുക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്ക് അതും നമുക്ക് മാറ്റാം. വഴറ്റി വെച്ച കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് മാറ്റി വെച്ച പായസത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ബാക്കി വരുന്ന നെയ്യും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള
ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെറിയ തോതിൽ ഇളക്കി കൊടുക്കുക. ഇതോടുകൂടെ നമ്മുടെ പായസം റെഡി ആയിരിക്കുകയാണ്. വളരെയധികം രുചികരമാണ് ഈ പായസം. അധികം ആരും ഉണ്ടാക്കാത്തൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.